ഹലോ എവരി വൺ, അലിഫ് അറബിക് ടാലൻറ്റസ് 2024-25 UP സ്കൂൾ ലെവൽ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമിൻ്റെ ആൻസേഴ്സ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പം നിങ്ങൾ ഈ ഒരു ആൻസർ പേപ്പറൊക്കെ നോക്കി ഈ ഒരു ആൻസേഴ്സൊക്കെ ഭയങ്കര വിശദമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊക്കെ കണ്ട് നിങ്ങൾ ഏതാണ് എഴുതിയത് എന്നുള്ള നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും നിങ്ങളൊന്ന് മാർക്ക് കൺസിഡർ ചെയ്യാം. ആദ്യൊരു പേപ്പറിൽ 20 വരെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ആൻസറാണ് എഴുതിയത് നോക്കുക. എന്നിട്ട് ഞാൻ ഏതാണോ ശരി ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് ശരിയാണ് എവിടെ ശരിയുടെ തെറ്റാണെങ്കിൽ തെറ്റിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം പറയാം. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കം ആയത്തും ഫി അസ്ഗരി സൂറത്തുൽ ഖുർആനിൽ കരീം. ഖുർആനിൽ കരീമിലെ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട്? ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൗസർ. അതിൽ എത്ര ആയത്തുകളാണുള്ളത്? 3 ആയത്തുകളാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി നോക്കാം. ജലസ മുഹമ്മദുൻ അലൽ കുർസി. ജലസ ഫിയലുൻ. മുഹമ്മദ് എന്ത് ചെയ്തു? കസാരയുടെ മേലെ ഇരുന്നു. അതിൽ ആ ഒരു ഇതിൽ ജലസ ഇരുന്നു എന്നുള്ളത് എന്താണ്? ഫിയിലാണ്, പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് എന്നുള്ളത് എന്താണ്? ഫായിലാണ് അല്ലേ, പ്രവർത്തിച്ച ആളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫായിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐന ഉലിദ ഇമാം അബു ഹനീഫ. ഇമാം അബു ഹനീഫ എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? ഗൂഫയിലാണ് അല്ലേ ജനിച്ചത്. ഇമാം അബു ഹനീഫ ഗൂഫയിലാണ് ജനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. KTF അതൊരു സംഘടനയാണ് അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. അപ്പം അത് KTF എന്നതിന് അറബിയിൽ എന്താണ് പറയുക? ഇത്തിഹാദുൽ മുഅല്ലിമീൻ അറബിയ ബി കേരള. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് നോക്കാം. മത്താ ഖതല മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ്? 1948. ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് നോക്കാം. ഉക്തുബുൽ മുളാരിഅൻ ലി കലിമത്ത് സറ. സറ എന്ന കലിമത്തിൻ്റെ മുളാരി എന്താണ്? യസ്റഉ എന്നതാണ് അല്ലേ. മുദീറുൽ മുഖാത്ത. മുദീറുൽ മുഖാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ജില്ലാ കളക്ടറാണോ, MLA ആണോ, ഡിസ്ട്രിക്ട് ജഡ്ജാണോ, ഡിസ്ട്രിക്ട് പഞ്ചായത്താണോ? എന്താണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. മുദീറുൽ മുഖാത്ത എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് കളക്ടർ. ഓപ്ഷൻ ബി കേട്ടോ. നോക്കാം. ഐന യജ്രി കഅ്സു യൂറോ 2024. 2024 യൂറോ കപ്പ് എവിടെയാണ് നടന്നത്? അൽമാനിയയിലാണ് നടന്നത്, ജർമ്മനിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്തറ സഹീഹ്. ഇവിടെ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്? തിസ്അത്തുല്ലാബ് എന്നാണ് എല്ലാത്തിലും അതാണല്ലോ അല്ലേ വരുന്നത് മെയിനായിട്ട്. അപ്പോൾ എന്താണ് 9 വിദ്യാർത്ഥികൾ എന്നുള്ളതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, തിസ്അത്തു തുല്ലാബിൻ എന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. സിലാഹുൻ ജമഅഹു. സിലാഹിൻ്റെ ജം എന്താണ്? അസ്ലിഹ. ഓപ്ഷൻ എ. ഇനി നെക്സ്റ്റ് നോക്കാം. കം ആള ഇൻ ലോക്സഭ മിൻ വിലായത്ത് കേരള. കേരളത്തിലെ ലോക്സഭയിൽ എത്ര അംഗങ്ങളാണുള്ളത്? ഓപ്ഷൻ ഡി, 20. ഇനി നെക്സ്റ്റ് നോക്കാം. മത്താ നഹ്തഫിലു ബിയൗമിൽ ജംഹൂരിയത്തിൽ ഹിന്ദ്. അതായത് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? യനായർ 26. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് നോക്കാം. മൻസിലിൻ്റെ അതേ അർത്ഥം വരുന്ന ഒരു വേർഡാണ് ബൈത്ത്. അങ്ങനെയാണെങ്കിൽ വജുബത്തിൻ്റെ അതേ അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ഓപ്ഷൻ ബി, താമ, ഫുഡ്. നോക്കാം. മാ ഹുവ സഹബുൽ അസ്വദ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫുൽഫുൽ എന്ന് വെച്ചാൽ എന്താണ്? മറ്റേ കുരുമുളക്. മൻ വസീറുൽ കഹ്റുബ ഫി കേരള ഹാലിയൻ. ഇപ്പോഴത്തെ ഇലക്ട്രിക് അതായത് വൈദ്യുത മന്ത്രി ഉണ്ടാവുമല്ലോ, അതാരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ബാലഗോപാലൻ. ഇനി സിറുൻ ലിദ്ദുഹു ജഹ്റുൻ. സിറുൻ്റെ ലിദ് ജഹ്റാണ്. അങ്ങനെയെങ്കിൽ ഫാസിൻ്റെ ലിദ് എന്താണ്? ഫഷില എന്നുള്ളതാണ് ഫാസ എന്നതിൻ്റെ ലിദ്. ഇഖ്തറ ഷാസ് കൂട്ടത്തിൽ പെടാത്തത്. മൻലൂമ്, ഹിവാർ, മജ്ലിസ്, ഖിസ്സ. ഏതാണ്? മജ്ലിസ് എന്നാണ്. ബാക്കിയൊക്കെ എന്താണ്? മൻലൂമ് കവിത, ഹിവാർ സംഭാഷണം, ഖിസ്സ കഥ. ഇനി റജ സാലിമ് മടങ്ങി. എവിടുന്നാണ്? മിനൽ എന്നാണ് വരിക കേട്ടോ. എന്താണ്? മിനൽ മദ്രസത്തി ഇലൽ ബൈത്ത്. മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. ഓക്കെ.
അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. കമുക്കാത്ത ഫി കേരള. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 14. അയിന തക്കോ ജാമിയത്ത് കാലിക്കോത്ത് കേരള യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി മലപ്പുറം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി സ്കൂൾ ലെവലിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് സബ് ഡിസ്ട്രിക്ട് ലെവലൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പം താങ്ക് യു.